പുതിയൊരു വീഡിയോയ്ക്കുള്ള സമയമായി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് 4 വാക്കുകളെ കുറിച്ചാണ്. ആ വാക്കുകളാണ് ഡു, ഡസ്, ഹാവ്, ഹാസ്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നേരെ ഈ പറയുന്ന 4 വാക്കുകളുടെ ഉപയോഗത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അപ്പോൾ ശരി, എന്താണ് ഈ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഡു, ഡസ്? നമുക്ക് ആദ്യം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവയെ 2 പെയറുകളായിട്ട് തിരിക്കാം, 2 ജോഡികളായിട്ട് തിരിക്കാം. അപ്പോഴതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തെ ജോഡിയാണ് ഡു, ഡസ്. രണ്ടാമത്തെ ജോഡിയാണ് ഹാവ്, ഹാസ്. ഇതെന്തിനാണ് ഇങ്ങനെ തിരിക്കുന്നത്? ഡു, ഡസ്, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഡു എന്ന് പറയുന്ന വെർബ്, ഹെൽപ്പിംഗ് വെർബ്, അതിൻ്റെ ബേസ് ഫോമാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള ഫോംസ് എല്ലാം ഉണ്ടാകുന്നത്. അതിപ്പോൾ ഡസ് ആയിക്കൊള്ളട്ടെ, ഡൺ ആയിക്കൊള്ളട്ടെ, ഡൂയിങ് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഈ ഡു എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഡു എന്ന വാക്കിനെ നമ്മൾ ബേസ് ഫോം എന്ന് പറയുന്നത്. ഈ ബേസ് ഫോമായ ഡൂവിനോട് കൂടി ഇ എസ്, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ ഇ എസ് എന്നൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാക്കാണ് എസ് ഫോം. അപ്പോൾ നമുക്ക് കാണാം ഡൂവിൻ്റെ എസ് ഫോം ആണ് ഡസ്. ഇതുപോലെ തന്നെ ഹാവ് എന്ന വാക്കിൻ്റെ എസ് ഫോം ആണ് ഹാസ്. ഇതാണ് ഇവ തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വേണം ഈ 4 വാക്കുകളും ഉപയോഗിക്കുവാൻ. അതായത് ഇവയ്ക്കെല്ലാം കോമൺ ആയിട്ട് കുറെ റൂൾസ് ഉണ്ട്. അതുപോലെ ഡൂവിന് അപ്ലൈ ചെയ്യുന്ന റൂൾസ് ഹാവിന് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഡസ് എന്ന വാക്കിന് അപ്ലൈ ചെയ്യുന്ന റൂൾസ് ഹാസ് എന്ന വാക്കിനും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴത്രയും മനസ്സിലായി. ഇനി ഈ 4 വാക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് ആണ്. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ അവ തന്നെ, അല്ലെങ്കിൽ അവയുടെ കൂടെ വേറെ ഏതെങ്കിലും മെയിൻ വെർബ് ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഓർക്കണം, മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ 5 തരമുണ്ട്. ഒന്ന് V1, V2, V3, ING ഫോം, S ഫോം. ഇവയെല്ലാം നമുക്ക് തോന്നുന്നത് പോലെ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് ഹെൽപ്പിംഗ് വെർബ്സിൻ്റെ കൂടെയാണ് ഏത് മെയിൻ വെർബ് പോവുക അല്ലെങ്കിൽ മാച്ചാവുക. ഈ കാര്യം നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഡു, ഡസ് എന്ന ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കാം. ഒന്നാമത് ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V1 ആണ്. ഡസ് എന്ന് പറയുന്നത് അതിൻ്റെ എസ് ഫോം ആണ്. ഇതിന് ശേഷം ഉപയോഗിക്കുന്ന മെയിൻ വെർബ് എന്ന് പറയുന്നത് എപ്പോഴും V1 ഫോമിൽ, അതായത് ബേസ് ഫോമിൽ ഉള്ളവയായിരിക്കണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഡു, ഡസ്, ഈ 2 ഹെൽപ്പിംഗ് വെർബുകളുടെ ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ വെർബ്, നമ്മളുടെ ആക്ഷനെ കാണിക്കുന്ന വെർബ്, അല്ലെങ്കിൽ നമ്മളുടെ ഈവൻറ്റിനെ കാണിക്കുന്ന വെർബ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കാണിക്കുന്ന വെർബ്, ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ ആക്ഷൻ, ഈവൻറ്റ്, സ്റ്റേറ്റ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു വെർബ് ഈ ഡു, ഡസ് ഇവയ്ക്ക് ശേഷം, ഡുവിന് ശേഷമോ ഡസിന് ശേഷമോ ഉപയോഗിച്ചാൽ അതിൻ്റെ ING ഫോമോ V3യോ V2ഓ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. V1 മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഐ ഡു നോട്ട് ബിലീവ് ഇൻ ഗാഡ് എന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ ഡു എന്ന ഹെൽപ്പിംഗ് വെർബിന് ശേഷം നമ്മൾ നോട്ട് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ്. അതിനുശേഷമാണ് ആ മെയിൻ വെർബ് വരുന്നത്. അതെന്താണ്? ബിലീവ് എന്ന വെർബാണ്. ആ ബിലീവ് എന്ന വെർബ് V1 ആണ്. നമുക്കിങ്ങനെ ഐ ഡു നോട്ട് ബിലീവ്ഡ് എന്നോ ഐ ഡു നോട്ട് ബിലീവിങ് എന്നോ പറയാൻ പറ്റില്ല.
അതേപോലെ തന്നെ he does not like dogs. he does not like dogs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ does എന്ന വാക്കിന് ശേഷം ഒരു നോട്ട് വരുന്നു, അതിനുശേഷം ലൈക്ക് എന്ന V1 വരുന്നു. അപ്പോൾ നമ്മൾ he does not likes എന്ന് പറയാൻ പാടില്ല, he does not liked എന്ന് പറയാൻ പാടില്ല, he does not liking എന്നൊന്നും പറയാൻ പാടില്ല, he does not like എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതുപോലെ വേറെ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ does he believe in God എന്ന് ചോദിക്കാം, does he like dogs എന്ന് ചോദിക്കാം, does he go to the school എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ do we play tennis എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ we play tennis അല്ലെങ്കിൽ we do not play tennis എന്നൊക്കെ പറയാം. അപ്പോഴൊക്കെ നമ്മൾ do എന്ന വാക്കോ does എന്ന വാക്കോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ V1 മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഇനി എന്താണ് ഡു ഡസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത് ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണം ഉപയോഗിക്കാൻ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ടു ഡു അല്ലെങ്കിൽ ഡസിന് ശേഷം ഏത് മെയിൻ വെർബാണ് ഉപയോഗിക്കേണ്ടതെന്ന്, V1 ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ ഡു ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണം ഉപയോഗിക്കാൻ? നമ്മൾ ആരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഡു എന്ന് പറയാം. ഏത് സബ്ജക്റ്റിന്റെ കൂടെ ഡസ് ഉപയോഗിക്കണം, ഇതും കൂടെ മനസ്സിലായാൽ ഡു ഡസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സെന്റൻസുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നമുക്ക് വളരെ സിമ്പിളായ രീതിയിൽ ചെയ്യാം. നമുക്ക് ലോകത്തുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എന്തിനെക്കുറിച്ചും സംസാരിക്കാം. അതെല്ലാം നമുക്ക് സബ്ജക്റ്റാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടോക്ക് അബൌട്ട് എ ബോയ്, ദാറ്റ് ബോയ് ഈസ് യുവർ സബ്ജക്റ്റ്. If you talk about a table, the table is your subject. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നുവോ അത് നമ്മളുടെ സബ്ജക്റ്റാണ്. അതൊരു വ്യക്തിയാവാം, ഒരു വസ്തുവാവാം, ഒരു സ്ഥലമാവാം. അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന സബ്ജക്റ്റുകൾ ഒരുപാടുണ്ട്, കോടാനുകോടി സബ്ജക്റ്റുകളുണ്ട്. ഇവയിൽ നിന്നൊക്കെ രണ്ട് വാക്കുകൾ എടുത്ത് പുറത്തേക്ക് വെക്കുക. ആ രണ്ട് വാക്കുകളാണ് ഒന്ന് ഐ, ഒന്ന് യു. രണ്ടും പ്രൊനൗൺസ് ആണ്. ഐ എന്ന് വെച്ചാൽ ഞാൻ, യു എന്ന് വെച്ചാൽ നീ, നിങ്ങൾ, താങ്കൾ. ഇതിനെല്ലാം ഒരേ വാക്കാണ് ഇംഗ്ലീഷിലുള്ളത്, യു. അല്ലാതെ ഹിന്ദിയിൽ പറയുന്നത് പോലെ തൂ, തും, ആപ്പ് ഇങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് പോലെ നീ, നിങ്ങൾ, താങ്കൾ അങ്ങനെയൊന്നുമില്ല. യു എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകളാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അതേതാണ്? ഐ, യു. ഈ രണ്ട് വാക്കുകളുടെ കൂടെ ഡു ഉപയോഗിക്കുക. അതിൻ്റെ റൂളും വശങ്ങളും ഒന്നും നമ്മൾ കൂടുതൽ ബോധേഡ് ആവണ്ട, അതാണ് നല്ലത്. അപ്പോൾ ഐ, യു ഈ രണ്ട് വാക്കുകൾ നമ്മൾ എക്സെപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, കോടാനുകോടി സബ്ജക്റ്റുകൾ അവിടെ കിടപ്പുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഐ, യു ഈ രണ്ട് വാക്കുകളുടെ കൂടെ നമ്മൾ ഡു ഉപയോഗിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുക. ഡു. ബാക്കിയുള്ള കോടാനുകോടി സബ്ജക്റ്റുകളിൽ നമ്മൾ ഒരേ ഒരു കാര്യമാണ് നോക്കുക, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. അതെന്തുമായിക്കൊള്ളട്ടെ, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. ഒരെണ്ണമാണോ ഉള്ളത്, ഒന്നിൽ കൂടുതലുണ്ടോ, അല്ലെങ്കിൽ ഒരാളാണോ ഉള്ളത്, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ. ഇതാണ് നമ്മൾ നോക്കുന്നത്. സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഡസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഡു ഉപയോഗിക്കുക. ഇത്രയും കാര്യം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഐ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഐ ഡു നോട്ട് തിങ്ക് സോ എന്ന് പറയുക. അപ്പൊ നമ്മൾ ഡു നോട്ട് എന്നാണ് പറയുക. ഐ ഡു നോട്ട് ഈറ്റ് നോൺ വെജിറ്റേറിയൻ ഫുഡ് എന്ന് നമ്മൾ പറയുന്നു. ഐ ഡു നോട്ട് ഈറ്റ്. ഇതേ സെന്റൻസ് നമ്മൾ ഐ ഡു നോട്ട് ഈറ്റ്, യു ഡു നോട്ട് ഈറ്റ്, വി ഡു നോട്ട് ഈറ്റ്. കാരണം വി എന്ന് പറയുന്നത് പ്ലൂറലാണ്. അല്ലെങ്കിൽ ദ ബോയ്സ് ഡു നോട്ട് ഈറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ദ ബോയ് ഡു നോട്ട് ഈറ്റ് എന്ന് പറയാൻ പാടില്ല. കാരണം ദ ബോയ് എന്ന് പറയുന്നത് സിംഗുലറാണ്. ഒരാളെ ഉള്ളൂ, ഒരു ബോയ് മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ ദ ബോയ് ഡസ് നോട്ട് സ്പീക്ക് ഫ്ലുവൻ്റ്ലി എന്ന് പറയാതെ നമ്മൾ ദ ബോയ് ഡു നോട്ട് സ്പീക്ക് ഫ്ലുവൻ്റ്ലി എന്ന് പറയാൻ പാടില്ല. കാരണം ദ ബോയ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡസ് വേണം ഉപയോഗിക്കാൻ. ദ ബോയ്സ് ഡു നോട്ട് പ്ലേ ടെന്നീസ് എന്നോ ദ ബോയ്സ് ഡു നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി എന്നൊക്കെ പറയാം. കാരണം അത് ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഒരേ ഒരു കാര്യമാണ് നോക്കേണ്ടത്, എന്താണ് നമ്മളുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ. ഇതിനു മുൻപ് നമ്മൾ രണ്ടെണ്ണം മാറ്റി വെച്ചിരുന്നു, ഐ ആൻഡ് യു. അതിൻ്റെ കൂടെ എന്തായാലും നമ്മൾ ഡു മാത്രമാണ് ഉപയോഗിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളിലെല്ലാം നമ്മൾ ആ സബ്ജക്റ്റിന്റെ നമ്പർ നോക്കുക, അതായത് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. സിംഗുലർ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കുവാൻ ഉള്ളത് ഹാവ്, ഹാസ് എന്നീ രണ്ട് വെർബുകളാണ്. നമ്മൾ ആദ്യം 4 എണ്ണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ഡു, ഡസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹാവ്, ഹാസ് ഇതും ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹാവ് എന്ന് പറയുന്ന ഈ വെർബ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ഐ, യു ഈ പറഞ്ഞ 2 എക്സെപ്ഷൻസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അതേ കാരണമാണ്. കാരണം ഹാവ് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അപ്പം അത് ഐ, യു എന്നീ 2 സബ്ജക്റ്റുകളുടെ കൂടെയും ഏതെല്ലാം പ്ലൂറൽ സബ്ജക്ട്സ് ഉണ്ടോ അതിൻ്റെ കൂടെയും ഹാവ് എന്ന വാക്ക് ഉപയോഗിക്കും. ഹാസ് എന്ന വാക്ക് നമ്മൾ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ, ഐ, യു ഇത് 2 എക്സെപ്ഷനാണ്, അതിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കരുത്. ബാക്കിയുള്ള എല്ലാ സിംഗുലർ സബ്ജക്ട്സിന്റെയും കൂടെ നമുക്ക് ഹാസ് എന്ന് ഉപയോഗിക്കുവാൻ സാധിക്കും. ഹാസെ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ കണ്ടു ഡു, ഡസ് ഇതിന് ശേഷം നമ്മൾ V1 വേണം ഉപയോഗിക്കുവാൻ എന്ന്. പക്ഷെ ഹാവ് ഓർ ഹാസിന് ശേഷം നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നത് V3 ആണ്. V3ക്ക് പകരമായി ടു ബി പ്ലസ് ING ഫോം, ടു ബി പ്ലസ് V3 അങ്ങനെ കുറെ വാക്കുകളുണ്ട്. V3 മാത്രമേ ഉപയോഗിക്കാവൂ എന്നല്ല, പക്ഷെ V3 ആണ് പൊതുവിൽ ഉപയോഗിക്കുന്നത്. V1 ഉപയോഗിക്കാറില്ല, V2 ഉപയോഗിക്കാൻ പാടില്ല, ING ഫോം നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഹാവ്, ഹാസ് എന്നീ 2 വെർബുകൾക്ക് ശേഷം നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വെർബാണ് V3, അതായത് തേർഡ് ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ പറയും. ഉദാഹരണത്തിന് ഗോ, വെന്റ്, ഗോൺ ഈ 3 എണ്ണം പറയുന്നതിൽ ഗോൺ എന്ന 3ാമത്തെ വാക്കാണ് V3. പലപ്പോഴും അത് ED ഫോംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് എന്ന് പറയുന്നതിൽ 3ാമത് പറയുന്ന വർക്ക് എന്ന് പറയുന്ന വാക്കാണ് V3. അത് തന്നെയാണ് V2. റെഗുലർ വെർബ്സിൽ അങ്ങനെയാണ്. പക്ഷെ ഇറഗുലർ വെർബ്സിൽ 3 വ്യത്യസ്തമായവയോ അല്ലെങ്കിൽ 3 ഒരേപോലെയുള്ളവയോ ഒക്കെ ഉണ്ടാവാം. അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് കട്ട്, കട്ട്, കട്ട് എന്ന് പറയുന്നു. അത് 3ഉം ഒന്ന് തന്നെയാണ്. അപ്പോൾ V3യും കട്ട് എന്നാണ്. കട്ടഡ് എന്നോ അല്ലെങ്കിൽ പുട്ടഡ് എന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഹാവ്, ഹാസ് എന്ന വെർബിന് ശേഷം നമ്മൾ V3 മാത്രമാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് I have taken my breakfast എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ I have taken അല്ലെങ്കിൽ I have eaten എന്നാണ് പറയുക. അല്ലാണ്ട് I have take or I have took എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതേപോലെ തന്നെ I has taken എന്നും പറയാൻ പാടില്ല. ഈ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഐയുടെ കൂടെ ഹാസ് എഗ്രി ആവാത്തത് കൊണ്ട് നമ്മൾ I have എന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയും? I have, we have, you have, he has, she has, it has. അവിടെ നമ്മൾ he have എന്നോ she have എന്നോ it have എന്നോ പറയരുത്. അത് മാത്രമാണ് ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഹാവ് എന്ന വാക്ക് ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡു എന്ന വാക്ക് ബിഹേവ് ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദി സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്, ഹാവ് ഏതെല്ലാം സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കാമോ ആ സബ്ജക്റ്റിന്റെ ഒക്കെ കൂടെ നമുക്ക് ഡു ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡസ് എന്ന വാക്ക് ഏതെല്ലാം സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കാമോ ആ സബ്ജക്റ്റുകളുടെ ഒക്കെ കൂടെ നമുക്ക് ഹാസ് എന്ന വാക്കും ഉപയോഗിക്കാം. പക്ഷേ ഹാവ്, ഹാസ് ഇതിന് 2നും ശേഷം നമ്മൾ V3 ഉപയോഗിക്കുമ്പോൾ ഡു, ഡസ് ഈ 2 വാക്കുകൾക്ക് ശേഷം നമ്മൾ
V1 ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് നമ്മളെല്ലാവരും ഇനി മുതൽ ഡു, ഡസ്, ഹാവ്, ഹാസ് ഈ 4 വാക്കുകൾ നമ്മളുടെ നിത്യം ഉപയോഗത്തിൽ കൊണ്ടുവരുന്നു. ശരിയല്ലേ? അപ്പോൾ വീണ്ടും വേറെ ഒരു വീഡിയോയുമായി അടുത്ത തവണ നമുക്ക് കാണാം. അപ്പോൾ വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക് യു. സീ യു.